Division of a line internally, alternative method. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, divide a line segment 4.2 cm long internally in the ratio 5:3. Second question, in the figure if b1, b2, etc. b5 and a1, a2, etc. a8 have been marked at equal distances, in what ratio C divide AB? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിവൈഡ് എ ലൈൻ സെഗ്മെൻറ്റ് 4.2 സെൻറ്റിമീറ്റർ ലോങ് അല്ലേ. സോ സ്റ്റെപ്പ് 1, ഡ്രോ എ ലൈൻ സെഗ്മെൻറ്റ്, ലെറ്റ് ഇറ്റ് ബി എ ബി ഓഫ് ലെങ്ത് 4.2 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് എ ബി 4.2 സെൻറ്റിമീറ്ററിൽ എ ബി എന്നുള്ളൊരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു അല്ലേ. സെക്കൻഡ് സ്റ്റെപ്പ്, എയിൽ നിന്നിട്ട് ഒരു റേ എ എക്സ് വരക്കുക. റേ എ എക്സ് വരക്കുക സച്ച് ദാറ്റ് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ അക്യൂട്ട് ആംഗിൾ ആയിരിക്കണം ഓഫ് എനി ലെങ്ത്. ഓക്കെ, ഈ ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് എക്സ് എ ബി അക്യൂട്ട് ആംഗിൾ ആണ് അല്ലേ. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഡ്രോ എ റേ എ എക്സ് മേക്കിംഗ് ആൻ അക്യൂട്ട് ആംഗിൾ വിത്ത് എ ബി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 3, പോയിൻറ്റ് ബിയിൽ നിന്നിട്ട് ഒരു റേ വരക്കണം. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ബി വൈ. ഓക്കെ, കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? ഈ ബിയിൽ നിന്നും വരക്കുന്ന റേ എ എക്സിന് പാരലൽ ആയിരിക്കണം. ഓക്കെ, ജസ്റ്റ് പാരലൽ ആയിരിക്കണം വൈ. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ ഈ ബി വൈനെ വരക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അസ്യൂം ചെയ്യുക ഇതാണ് നമ്മളുടെ റേ ബി വൈ. ഓക്കെ, അപ്പം ബി വൈ പാരലൽ ടു എ എക്സ് ആയിരിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. എ എക്സ് എക്സ്റ്റെൻഡ് ചെയ്യുക, ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ എ എക്സ് പാരലൽ ടു ബി വൈ. അങ്ങനെയാണെങ്കിൽ ഇത് ട്രാൻസ്വേഴ്സൽ, കൺസിഡർ എ ബി ആസ് ട്രാൻസ്വേഴ്സൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്ത ആംഗിളും ഈ ആംഗിളും സെയിം ആയിരിക്കും അല്ലേ. അതായത് എക്സ് എ ബി ഈക്വൽ ടു വൈ ബി എ ആണ്. എന്താണ് റീസൺ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ബി വൈ വരക്കാം? ഇവിടെ ഫോം ചെയ്തിട്ടുള്ള അതേ ആംഗിൾ നമുക്കിവിടെ മേക്ക് ചെയ്യണം അല്ലേ. അതിന് കോമ്പസിൻ്റെ പിൻ പോയിൻ്റ് എയിൽ പ്ലേസ് ചെയ്തിട്ട് എനി റേഡിയസിൽ ഒരു ആർക്ക് വരക്കാം. ഓക്കെ, ആ ആർക്ക് എ എക്സ് ആൻഡ് എ ബി കട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്, വിത്ത് ദ സെയിം റേഡിയസ് പോയിൻറ്റ് ബിയിൽ പിൻ പോയിൻ്റ് പ്ലേസ് ചെയ്തിട്ട് ആർക്ക് വരക്കുക. ഓക്കെ, അത് എ ബിനെ കട്ട് ചെയ്യണം. ഓക്കെ, ഈ പോയിൻറ്റിന് C1 ആൻഡ് C2, അതായത് എ ബിനെ കട്ട് ചെയ്ത പോയിൻറ്റിന് C1 എ എക്സിനെ കട്ട് ചെയ്ത പോയിൻറ്റിന് C2 മാർക്ക് ചെയ്യാം. ഇവിടെ അതേപോലെ ഇവിടുന്ന് വരച്ച ആർക്ക് എ ബിനെ കട്ട് ചെയ്ത പോയിന്റ് നമുക്ക് D1 മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്, C1 C2 ഈ ലെങ്ത് മെഷർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് പോയിന്റ് D1 പിൻ പോയിന്റ് പ്ലേസ് ചെയ്തിട്ട് C1 C2 റേഡിയസിൽ ഒരാർക്ക് വരക്കുക. അത് നമ്മൾ ഇനീഷ്യൽ ആർക്ക് കട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ ഫോം ചെയ്ത പോയിന്റിനെ നമുക്ക് D2 എന്ന് പറയാം അല്ലേ. സച്ച് ദാറ്റ് C1 C2 ഈക്വൽ ടു D1 D2. ഓക്കെ, നെക്സ്റ്റ് ബി വൈ ഡ്രോ ചെയ്യുക. ഈ പോയിന്റിലേക്കൂടെ ബി വൈ ഡ്രോ ചെയ്യുക. ബി വൈ. ഓക്കെ, സച്ച് ദാറ്റ് എക്സ് എ ബി ഇവിടെ ഫോം ചെയ്ത ആംഗിളും ഇവിടെ ഫോം ചെയ്ത ആംഗിളും വൈ എ ബി ഈക്വൽ ആണ്. Step 3, draw a ray by parallel to AX. By is parallel to AX, making angle ABY. ABY equal to angle BAS. BAX. Okay. Next question is second part. Divide a line segment in the ratio 5:3. Okay. അപ്പോൾ 5:3 റേഷ്യോയിലാണ് നമുക്ക് ലൈൻ സെഗ്മെൻറ്റിന് ഡിവൈഡ് ചെയ്യേണ്ടത്. അതായത് എ ബി എന്ന ലൈൻ സെഗ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എ എക്സിന്
5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതേപോലെ BY എന്ന റേനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് വിത്ത് എനി റേഡിയസ് AX എന്ന റേനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നെക്സ്റ്റ് വിത്ത് ദ സെയിം റേഡിയസ് ബിയിൽ പിൻ പോയിന്റ് പ്ലേസ് ചെയ്തിട്ട് BYനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ പോയിൻറ്റ്സിനെല്ലാം A1 A2 എക്സെട്ര A5 എന്നും ഇവിടെ B1 B2 B3 നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ. സ്റ്റെപ്പ് 4 മാർക്ക് പോയിൻറ്റ്സ് A1 A2 A3 A4 A5 ഓൺ AX ആൻഡ് B1 B2 B3 ഓൺ BY സച്ച് ദാറ്റ് എന്താണ് കണ്ടീഷൻ A1 equal to A1 A2 equal to A2 A3 equal to A3 A4 equal to A4 A5 equal to B1 equal to B1 B2 equal to B2. ഈ ലെങ്ത് എല്ലാം സെയിം ആയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് A5 B3 ജോയിൻ ചെയ്യാം. ഈ രണ്ട് പോയിൻറ്റ്സും ജോയിൻ ചെയ്യാം. ഈ A5 B3 ഈ ലൈൻ AB-നെ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ലെറ്റ് ഇറ്റ് ബി C. ഓക്കെ. നൗ ദിസ് C ഡിവൈഡ്സ് AB ഇൻ ദ റേഷ്യോ 5:3. ഓക്കെ. ഈ പോയിന്റ് സോ സ്റ്റെപ്പ് 5 ജോയിൻ A5 B3. ഇറ്റ് ഇൻ്റർസെക്റ്റ് AB അറ്റ് പോയിന്റ് C ആൻഡ് ദിസ് പോയിന്റ് C ഡിവൈഡ്സ് AB ഇൻ ദ റേഷ്യോ 5:3. ഓക്കെ. ഫസ്റ്റ് സ്റ്റെപ്പ് 4.2 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് വരക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് AX വരക്കുക സച്ച് ദാറ്റ് XAB ഈ ആംഗിൾ അക്യൂട്ട് ആംഗിൾ ആയിരിക്കണം. തേർഡ് സ്റ്റെപ്പ് BY റേ BY വരക്കുക സച്ച് ദാറ്റ് ഇവിടെ YBA ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് AX റേ AXന് 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതേപോലെ BY റേ BYനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. അതിന് നമ്മൾ A1 A2 A3 A4 A5 അതേപോലെ B1 B2 B3 എന്ന് മാർക്ക് ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പ് A5 B3 ജോയിൻ ചെയ്യുക. A5 B3 AB-നെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് C എന്ന് മാർക്ക് ചെയ്യുക സച്ച് ദാറ്റ് C ഡിവൈഡ്സ് ലൈൻ സെഗ്മെൻറ്റ് AB ഇൻ ദ റേഷ്യോ 5:3. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ നോക്കാം. അതിന് ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ. അതായത് ട്രയാങ്കിൾ ACA5 ആൻഡ് BCB3 ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. ഓക്കെ. രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മളുടെ എയിം. ഓക്കെ. ആൻഡ് ആംഗിൾ A ഇസ് ഈക്വൽ ടു ആംഗിൾ B അല്ലേ. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്താണത് റീസൺ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ബിക്കോസ് AX ഇസ് പാരലൽ ടു BY ആണ് അല്ലേ. സോ നെക്സ്റ്റ് ACA5ഉം BCB3 ഈക്വൽ ആണ് അല്ലേ. എന്താണ് റീസൺ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ തേർഡ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ. ബൈ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി നമുക്ക് പ്രൂവ് ചെയ്യാം. സോ നൗ വി ക്യാൻ സേ ദാറ്റ് ട്രയാങ്കിൾ ACA5 is similar to triangle BCB3. എന്താണ് റീസൺ? AA സിമിലാരിറ്റി. സോ ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് സെയിം ആയിരിക്കും ആൻഡ് കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ അല്ലേ. രണ്ട് സിമിലർ ട്രയാങ്കിൾസിൻ്റെ AC by BC ഈക്വൽ ടു A5C by B3C equal to AA5 by BB3. A5 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ. 5 by BB3 3 യൂണിറ്റ്സ് ആണ്. ഓക്കെ. സോ AA5 by BB3 is equal to 5/3. So AC by BC equal to A5C by B3C equal to 5/3. ഓക്കെ. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്
എ സി ബൈ സി ബി മാത്രമാണ് അല്ലേ. സോ എ സി ബൈ ബി സി ഇസ് ഈക്വൽ ടു 5/3. That is AC is to BC is equal to 5:3. Point C divides AB in the ratio 5:3. Next question നോക്കാം. In the figure, if B1, B2, B3 etc. and A1, A2, A3 etc. have been marked at equal distances, in what ratio C divides AB? Okay. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഓൾട്ടർനേറ്റീവ് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ നോക്കാം. ഓക്കെ, ഇവിടെ ഇൻ വാട്ട് റേഷ്യോ സി ഡിവൈഡ്സ് എ ബി. ഓക്കെ, അപ്പോൾ എ ബി എന്ന ലൈൻ സെഗ്മെൻറ്റിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡ്രോ എ ബി, ഡ്രോ ലൈൻ സെഗ്മെൻറ്റ് എ ബി. നൗ സ്റ്റെപ്പ് 2, ഡ്രോ എ എക്സ്, ഡ്രോ റേ എ എക്സ് അല്ലേ. എ എക്സ് സച്ച് ദാറ്റ് ഈ റേ എ എക്സ് മേക്സ് എൻ അക്യൂട്ട് ആംഗിൾ വിത്ത് എ ബി. അതായത് എക്സ് എ ബി, ഈ ആംഗിള് അക്യൂട്ട് ആംഗിൾ ആയിരിക്കണം. നൗ സ്റ്റെപ്പ് 3, റേ ബി വൈ ഡ്രോ ചെയ്യണം അല്ലേ. സച്ച് ദാറ്റ് റേ ബി വൈ പാരലൽ ടു എ എക്സ് ആയിരിക്കണം അല്ലേ. സോ അതിനെ ആംഗിൾ എക്സ് എ ബി ഈക്വൽ ടു വൈ ബി എ, സെയിം ആംഗിള് വരക്കണം അല്ലേ. സോ നമുക്ക് റേ എ എക്സ് ആൻഡ് റേ ബി വൈ കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യേണ്ടത് ആ റേഷ്യോയിൽ ഈക്വൽ പാർട്സിൽ ഡിവൈഡ് ചെയ്യണം അല്ലേ. റേ എ എക്സും റേ ബി വൈയും. ഓക്കെ, സോ റേ എ എക്സ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 8 ഈക്വൽ പാർട്സിലാണ്. അതേപോലെ റേ ബി വൈ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 5 ഈക്വൽ പാർട്സിലാണ് അല്ലേ. സോ ഈ പോയിൻറ്റ് സി എ ബിന് 8:5 റേഷ്യോയിൽ 8:5 റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുക.